വരുമേ തിരുവായ് മൊഴിഞ്ഞരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്ന് സഭയെ ചേർത്തിടാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തി. AD 2000 നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാം, 2000 കർത്താവ് വരുമെന്നായിരുന്നു പലരുടെയും ചിന്തയും പ്രസംഗമൊക്കെ. അന്ന് ഗുഡ് ന്യൂസുകാർ അതിനെക്കുറിച്ച് ഒരു ഫുൾ പേജ് പലരുടെ ആർട്ടിക്കിൾസ് എല്ലാം ഇട്ടു. അന്തിക്രിസ്തു ആരാണ്, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. എന്നോടും പറഞ്ഞു അതിനെക്കുറിച്ചൊന്ന് എഴുതണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എഴുതിയ എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ തന്നെ എനിക്ക് അന്തിക്രിസ്തുവിലല്ല പ്രത്യാശ, എൻ്റെ പ്രത്യാശ ക്രിസ്തുവിലാണ്. അന്തിക്രിസ്തു ആരായിരിക്കുമെന്ന് അറിയാനല്ല ഞാൻ എൻ്റെ സമയം മുഴുവൻ മെനക്കെടുത്തുന്നത്. പ്രത്യുത ക്രിസ്തുവിൻ്റെ വരവാണ് എൻ്റെ പ്രത്യാശ. ഇത് പറയുമ്പോഴും 1980കളിൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഒത്തിരി പുസ്തകങ്ങൾ, ജോൺ ഓഫ് വാൽവുഡിൻ്റെ പുസ്തകങ്ങൾ, ജെറി ഫോൾസിൻ്റെ പുസ്തകങ്ങൾ ഒക്കെ കാണാതെ പഠിച്ച് അന്നൊക്കെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണല്ലോ, അല്ലാതെ വേറെ ഡിജിറ്റലൊന്നും ഇല്ലല്ലോ. ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയൊക്കെ എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന കോളേജിലൊക്കെ പോയി. എന്താണ് അത് പലപ്പോഴും സംഭവിച്ചത്? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ വരവും അനന്തര സംഭവങ്ങളും, വരവ് പോലും അല്ല പഠിപ്പിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിക്കും അർമഗദ്ദോൻ യുദ്ധത്തിൽ. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ അത് നിർത്ത്, എൻ്റെ വരവിന് ശേഷം എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് പറഞ്ഞ ഈ ജനങ്ങളുടെ തല മുഴുവൻ കയറ്റുന്നതിന് പകരം എൻ്റെ വരവിനു വേണ്ടി എങ്ങനെ വിശുദ്ധിയോടെ ജനങ്ങളെ നിലനിർത്തണം എന്നുള്ളത് നീ ഒരുക്കുക, ജനങ്ങളെ ആത്മീയമായി ഒരുക്കുക. കർത്താവിൻ്റെ വരവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുക. ഇത് ഏർലി 80s കർത്താവ് എന്നോട് സംസാരിച്ച കാര്യമാണ്. അന്നുകൊണ്ടാണ് ഞാൻ ഈ പ്രായോഗിക ക്രിസ്തീയ ജീവിതം പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. പ്രായോഗികമായി ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കണം. മറ്റൊന്നും പഠിക്കേണ്ടെന്നൊന്നുമല്ല, ഞാനതിനെല്ലാം കൂടെ കുറ്റം പറഞ്ഞെന്നുള്ളതല്ല ഇതിനകത്തെ വിഷയം. പക്ഷേ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കുണ്ടാകുന്ന പ്രശ്നം പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ പലപ്പോഴും ഇല്ലാതെ പോകുന്നു. മറ്റേതൊക്കെ പറഞ്ഞോ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, പക്ഷെ ഇന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ എങ്ങനെ ഒരുങ്ങണം. കർത്താവിൻ്റെ വരവിൻ്റെ ഡേറ്റ് കണ്ടുപിടിക്കാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, അതിനുള്ള റീസൺസ് എല്ലാം കണ്ടുപിടിക്കാനല്ല. 1984 അമേരിക്കയിൽ ഒരു പുസ്തകം ഇറങ്ങി, ഞാനതിനെക്കുറിച്ച് അന്ന് വായിച്ചതാണ്. 84 കർത്താവ് വരുമെന്നാണ് ആ എഴുത്തുകാരൻ പറയുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ 84 റീസൺസ് വൈ ജീസസ് ഷുഡ് കം ഇൻ 1984. 1984 കർത്താവ് വരുവാനുള്ള 84 കാരണങ്ങൾ. എൻ്റെ ദൈവമേ, മില്യൺസ് ഓഫ് കോപ്പീസ് അത് വിറ്റത്. ദശലക്ഷക്കണക്കിന് കോപ്പി, ലക്ഷം കോപ്പിയൊന്നുമല്ല, ദശലക്ഷക്കണക്കിന് കോപ്പികൾ ആ പുസ്തകം വിറ്റു. അയാൾക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സ് കിട്ടുകയും ചെയ്തു. അയാൾ കാശുകാരനായി, എഴുത്തുകാരൻ. പക്ഷേ 84 കർത്താവ് വന്നില്ല. ഈ പുള്ളിക്കാരൻ മിടുക്കനായിരുന്നു കേട്ടോ. പുള്ളി എന്നായിരുന്നു അറിയാമോ? വേറൊരു പുസ്തകം എഴുതി, വൈ ജീസസ് ഡിഡ് നോട്ട് കം ഇൻ 1984. 1984 എന്തുകൊണ്ട് കർത്താവ് വന്നില്ല, അതും വിറ്റു ലക്ഷക്കണക്കിന് കോപ്പികൾ. കാര്യം മനുഷ്യൻ്റെ ആവേശമാണ് ഇതൊക്കെ അറിയാനുള്ള, കർത്താവ് വരുന്നതിൻ്റെ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്നത് എന്താണ്? വേദപുസ്തകം പഠിപ്പിക്കുന്നത് നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു. ഡേറ്റ് കണ്ടുപിടിച്ച് നോക്കിയിരിക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. ഡേറ്റ് നോക്കി കണ്ടുപിടിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നവരൊക്കെ പരാജയപ്പെട്ട ചരിത്രമാണ് കഴിഞ്ഞ കാലങ്ങളിൽ. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ്, അതിന് മുമ്പ് അവർ മില്ലറിസം എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അതായത് മില്ലർ എന്ന് പറയുന്ന ഒരാൾ കർത്താവിൻ്റെ വരവിൻ്റെ ഡേറ്റ് കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ച് അന്ന് കർത്താവ് വന്നില്ല. വരാഞ്ഞപ്പോൾ അതിനുശേഷം പിന്നീട് ഈ സെവൻത് ഡേക്കാരുടെ ലീഡറായ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ അത് എന്താ സംഭവിച്ചത്, ഇനി ആകാശത്ത് വന്നതേ ഉള്ളൂ, ഇനി താഴോട്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ കളിപ്പിച്ച് അതിൽ നിന്നാണ് സെവൻത് ഡേ അഡ്വൻറ്റിസം ഉണ്ടാകുന്നത്. അഡ്വൻറ്റിസ്റ്റ് എന്നാണല്ലോ ഇവിടെ പറയുന്നത്. അഡ്വൻറ്റിസം സെവൻത് ഡേ മാത്രമല്ല, അഡ്വൻറ്റിസം കർത്താവ് വരുന്നതിൻ്റെ ഡേറ്റ് കണ്ടുപിടിച്ച പാർട്ടികളാണ്. പക്ഷെ അത് വല്ലതും നടന്നോ? ഇല്ല. അതുകൊണ്ട് ഒരു ദുരുപദേശം പഠിപ്പിക്കുന്ന ഒരു സഭയുടെ ഉണ്ടായി, അത്രയേ ഉണ്ടായുള്ളൂ. യു സി, ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവിൻ്റെ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല.
എപ്പോൾ കർത്താവ് വരാനും ഇന്ന് ഇവിടെ ഇപ്പോൾ വേണമെങ്കിലും കർത്താവ് വരാം. നമുക്കറിയില്ല. നമുക്ക് ഈ ബൈബിൾ ക്ലാസ് തീർക്കാൻ പറ്റുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. കാര്യം അതിനു മുമ്പ് ചിലപ്പോൾ കർത്താവ് വന്നെന്നിരിക്കും, ചിലപ്പോൾ താമസിച്ചെന്നിരിക്കും. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ എന്നുള്ളതാണ്. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു. ഡേറ്റ് പറഞ്ഞായിരുന്നെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഒരുങ്ങായിരുന്നു. പക്ഷേ അങ്ങനെ ഡേറ്റ് കർത്താവ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ എൻ്റെ ചിന്ത, കർത്താവ് വന്നാലും പിന്നെ സഭായോഗമൊക്കെ നടക്കുമായിരിക്കും, കൺവെൻഷനും സഭായോഗവും ഒക്കെ നടക്കുമായിരിക്കും. കാര്യം വന്നെന്നുള്ളത് പോലും പലരും അറിയത്തില്ല. അതിനെക്കുറിച്ചൊരു ബോധ്യവും മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നമ്മൾ പോകാതിരിക്കരുത്. കർത്താവ് വന്നാൽ നമ്മളെല്ലാവരും പോകണം. എനിക്കറിയാം നിങ്ങളുടെ ആത്മീയതയെ ഞാൻ ചോദ്യം ചെയ്യുകയല്ല. പക്ഷേ ആ ഒരു ഒരുക്കം, ഇന്ന് എൻ്റെ കർത്താവ് വന്നാൽ എനിക്ക് കർത്താവിനോടുകൂടി എടുക്കപ്പെടണം. ഡേറ്റ് കണ്ടുപിടിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. കർത്താവ് വരുമ്പോൾ എല്ലാവരും അങ്ങ് എടുക്കപ്പെടത്തില്ല. അങ്ങനെ ഒരു ചിന്ത ആൾക്കാർക്കുണ്ട്, നമ്മുടെ സഭ ഒന്നാകെ അങ്ങ് എടുക്കപ്പെടുമെന്ന്. അല്ലെങ്കിൽ യേശുവിൻ്റെ നാമം വിളിക്കപ്പെടുന്ന എല്ലാവരും അങ്ങ് എടുക്കപ്പെടുമെന്ന് അങ്ങനെ പഠിപ്പിക്കുന്നവരുമുണ്ട്. ഒരാൾ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടതാ, യേശുവേന്ന് നീ ഒന്ന് വിളിച്ചാൽ മതി, നീ അവിടെയാ. അങ്ങനെയൊന്നും അല്ല പ്രിയമുള്ളവരെ. അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി. അതുകൊണ്ടാണ് ഞാൻ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. ഇന്ന് അവൻ്റെ വരവിന് വേണ്ടി എങ്ങനെ ഇപ്പോൾ നമ്മൾ ഒരുങ്ങണം, അങ്ങനെ ഒരുങ്ങിയിരിക്കണം. എല്ലാവരും അങ്ങ് പോകുമെന്നുള്ള ചിന്ത ശരിയായ ഒരു ചിന്തയല്ല. ഈ മത്തായിയുടെ സുവിശേഷം തന്നെ 24-ാം അധ്യായത്തിൻ്റെ 40 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരുമിച്ച് നടക്കുകയാണ്. കൂട്ടത്തിൽ പോകാമെന്ന് ആരും ചിന്തിക്കരുത്. ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇയാൾ പോകും, പിന്നെ എനിക്കുള്ളൊരു പ്രതീക്ഷ അങ്ങയുടെ കാലയിലോ വല്ലതും കയറി കെട്ടിപ്പിടിച്ച് ഞാനും കൂടെ അങ്ങ് പോകുമെന്നുള്ള പ്രതീക്ഷ. അങ്ങനെയൊന്നും ആർക്കും പോകാൻ പറ്റത്തില്ല. കർത്താവ് വരുമ്പോൾ പോകുന്നവൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് ഞാന്ന് പോകാനൊന്നും ആർക്കും പറ്റത്തില്ല. അവിടെ പറയുന്നത് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. നമുക്കറിയില്ല എപ്പോഴാണ് വരുന്നതെന്ന്. അതുകൊണ്ട് എപ്പോഴും അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. ഒരുങ്ങിയിരിക്കുക, എപ്പോഴും അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക. കാരണം എന്താണെന്നറിയാമോ, ഇവിടെ ഈ 24-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞതായ ആ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. പുത്രനും അറിയുന്നില്ലെന്ന് പറയുന്നത് യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്തെ കാര്യമാണ്. ഇന്ന് അറിയത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ഇന്ന് യേശുവിനറിയാം എന്നാ വരുന്നതെന്നുള്ളത്. പക്ഷെ അന്ന് ദൈവത്വത്തെ ഉരിഞ്ഞു വെച്ച് ഭൂമിയിലേക്ക് വന്ന് ജീവിക്കുമ്പോൾ 2ാമത്തെ വരവിൻ്റെ ഡേറ്റ് ഒന്നും കർത്താവ് അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്ന, അല്ലാതെ കർത്താവിന് ഇന്നറിയത്തില്ലെന്നുള്ള അർത്ഥം അതിനകത്ത് ഇല്ല. എന്നാൽ ആ കാലഘട്ടം നമുക്ക് തിരിച്ചറിയാൻ, അതായത് ഡേറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട, എന്നാലും നമുക്കറിയാമല്ലോ കർത്താവിൻ്റെ വരവ് ഏകദേശം അടുത്തിരിക്കുന്നു എന്ന് അറിയാൻ, അതറിയണം കേട്ടോ. കർത്താവിൻ്റെ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ഇപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത പറയുന്നത്, അന്ന് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ മുതൽ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെ ആകുന്നു. അതായത് ജലപ്രളയം വരുന്നു എന്നുള്ളത് നോഹ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോടെല്ലാം പ്രസംഗിച്ചതാ, ഇല്ലേ? 2 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നോഹയെക്കുറിച്ച് പറയുന്ന ഒരു വിശേഷണ പദമുണ്ട്. പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ
7 പേരോടുകൂടെ പാലിക്കുകയും. നീതിപ്രസംഗിയായ നോഹ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോഴത്തേക്ക് കർത്താവ് ശരിക്കും പെട്ടകം പണിയേണ്ട കാര്യങ്ങളൊക്കെ, നോഹയെ ഫലമേൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടമായിരുന്നു, വല്ലാത്ത കാലഘട്ടം. അന്നത്തെ പ്രത്യേകതകളൊക്കെ അവിടെ പറയുന്നത് നമ്മൾ വിശദമായിട്ട് പല മെസ്സേജസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാലയളവിൽ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ദൈവത്തിൻ്റെ പുത്രന്മാർ, ദൈവമക്കൾ എന്നുള്ള അർത്ഥമേ ഉള്ളൂ, അല്ലാതെ ദൂതന്മാരെന്ന് പറയുന്നത് ശരിയാവില്ല. കാരണം അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. അതൊക്കെ ഇവിടുത്തെ ഭാരതീയ മതപശ്ചാത്തലത്തിൽ ദൂതന്മാർ വന്ന് മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിച്ച് അവർക്ക് പിള്ളേരുണ്ടാകുന്നതൊക്കെ നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ വേദപുസ്തകം അത് പഠിപ്പിക്കുന്നില്ല. വേദപുസ്തകത്തിൽ ദൂതന്മാരെക്കുറിച്ച് പറയുന്നത്, കർത്താവ് തന്നെ പറയുന്നത്, അവർ മരിച്ചു കഴിയുമ്പോൾ ദൂതന്മാരെ പോലെയാകും. അവിടെ അവർ വിവാഹത്തിന് കൊടുക്കുന്നില്ല, വിവാഹത്തിന് എടുക്കുകയും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതായത് ദൂതന്മാർ വന്ന് മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിച്ച് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും എന്ന് പറയുന്നത് ഒരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിളല്ല. പിന്നെ ആരാണ് ഈ ദൈവത്തിൻ്റെ പുത്രന്മാർ? ദൂതന്മാരല്ലെങ്കിൽ അത് മറ്റാരുമല്ല, ദൈവമക്കൾ. ആദമിൻ്റെ വംശപരമ്പരയിൽ കയീൻ്റെ മക്കളുണ്ട്, ശേത്തിൻ്റെ മക്കളുണ്ട്. കയീൻ്റെ മക്കൾ ഏതിന് പുറത്ത് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. അവർക്ക് വലിയ ദൈവബന്ധമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അവർ നോർമൽ ലൈഫ് നയിച്ച മനുഷ്യരാണ്, മനുഷ്യർ. എന്നാൽ ശേത്തിൻ്റെ പുത്രന്മാർ, ശേത്തിൻ്റെ മകൻ്റെ ഏനോശിൻ്റെ കാലയളവിൽ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയെന്ന് എഴുതിയിരിക്കുന്നത്. ആരാധിക്കുന്നവർ, വീണ്ടെടുക്കപ്പെട്ടവർ, അല്ലെങ്കിൽ വിടുവിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ദൈവ മക്കൾ. ശേത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവർ ദൈവത്തിൻ്റെ മക്കൾ. കയീൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവർ സാധാരണ മനുഷ്യർ. അവർ തമ്മിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയില്ലായിരുന്നു. പക്ഷേ മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങിയപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാനും, അപ്പോൾ ഈ ദൈവത്തിൻ്റെ പുത്രന്മാർ നോക്കിയപ്പോൾ മനുഷ്യൻ്റെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ മുഖത്തൊക്കെ പെയിൻറ്റുമൊക്കെ അടിച്ച് നടക്കുകയായിരിക്കും. അപ്പോൾ ഇച്ചിരി സൗന്ദര്യം ഉണ്ടെന്നങ്ങ് തോന്നും. ദൈവമക്കൾ ഒരുമാതിരി മാനമര്യാദയ്ക്ക് നടക്കുമ്പോൾ ഇതിനെ കണ്ടാലൊരു വലിയ സൗന്ദര്യമില്ല. മറ്റേതാ, കണ്ണേൽ ഇവിടം തൊട്ട് ഇവിടം വരെ ആ പുരികം, മുഖത്തൊക്കെ ഇവിടെയൊക്കെ ചുമന്നായിരിക്കുന്ന പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുക. അതൊക്കെ കാണുമ്പം ഭയങ്കര സൗന്ദര്യമാണെന്ന് ചിന്തിക്കും. എന്നിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. ആദാമിന് ഒരു ഭാര്യയെ വേണ്ടിയിരുന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആദമിന് ഹവ്വയെ കൊടുത്തു. ഇവിടെ ദൈവത്തിൻ്റെ പുത്രന്മാർ ചെന്ന് അവർക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. ബോധിക്കാൻ കാര്യമല്ല, ആത്മീയമൊന്നുമല്ല, സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു. പുറമേ ഉള്ള കാഴ്ച കണ്ട് എടുത്തു. അവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കർത്താവ് പറയുന്ന കാര്യമുണ്ട്. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലയോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്നരുളി ചെയ്തു. യു സി, ഇത് കണ്ടപ്പോൾ, അതായത് ദൈവത്തിൻ്റെ മക്കൾ, ശേത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവർ ദൈവത്തെ ഒഴിവാക്കി അവർ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ദൈവം പറയാണ്, എൻ്റെ ആത്മാവിന് ഇവരുടെ ഇടയിൽ വാദിക്കുവാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് അവരോട് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ. അവൻ ജഡം തന്നെയല്ലോ. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഹീ ഈസ് ലിവിങ് ആസ് ഇഫ് ഹീ ഹാസ് ഓൺലി ഫ്ലഷ്. അതാണ് അതിൻ്റെ കറക്റ്റ് പാരഫ്രൈസ്ഡ് മീനിങ്. അവൻ ഒരു ശരീരം മാത്രമുള്ളവനെ പോലെ ജീവിക്കുന്നു. നോഹയുടെ കാലയളവിലെ ജനങ്ങളുടെ പ്രത്യേകത, അവർ ഒരു ശരീരം മാത്രമുള്ളവരെ പോലെ ജീവിച്ചു എന്നുള്ളതാണ്. ഈസ് ലിവിങ് ആസ് ഇഫ് ഹീ ഹാസ് ഓൺലി ഫ്ലഷ്.
കാന്താവരവു കാത്തുകാത്ത് ഞങ്ങൾ എത്ര നാൾ പാർത്തിടണം, കാന്താവരവു കാത്തുകാത്ത് ഞങ്ങൾ എത്ര നാൾ പാർത്തിടണം. എത്രയോ കാലമായി നോക്കി നോക്കി പാരിൽ മാത്രയും മാറാതെ കാത്തു നിന്നിടുന്നു, എത്രയോ കാലമായി നോക്കി നോക്കി പാരിൽ മാത്രയും മാറാതെ കാത്തു നിന്നിടുന്നു. എന്നു വന്നു കണ്ടിടും പൊന്മുഖമൊന്നു ചുംബിക്കുവാൻ, എന്നു വന്നു കണ്ടിടും പൊന്മുഖമൊന്നു ചുംബിക്കുവാൻ. വരുമേ തിരുവായ് മൊഴിഞ്ഞരുളിയ പോൽ വചനം നിറവേറ്റാൻ, വന്ന് സഭയെ ചേർത്തിടാൻ, വേഗം മഹിമയിലെടുപ്പാൻ, കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ, കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ. ലോകമാകെ ഇളകുന്നേ, രാജ്യം ഞെട്ടിവിറയ്ക്കുന്നേ, ലോകമാകെ ഇളകുന്നേ, രാജ്യം ഞെട്ടിവിറയ്ക്കുന്നേ. വിശുദ്ധ ഗണങ്ങൾ നോടി നേരം തന്നിൽ ഉയർത്തു മണ്ണിൽ നിന്നുയരെ പോകും, വിശുദ്ധ ഗണങ്ങൾ നോടി നേരം തന്നിൽ ഉയർത്തു മണ്ണിൽ നിന്നുയരെ പോകും. ഓർത്തു ധ്യാനിക്കും തോറും എന്നുള്ള ആനന്ദിക്കുന്നേ, ഓർത്തു ധ്യാനിക്കും തോറും എന്നുള്ള ആനന്ദിക്കുന്നേ. വരുമേ തിരുവായ് മൊഴിഞ്ഞരുളിയ പോൽ വചനം നിറവേറ്റാൻ, വന്ന് സഭയെ ചേർത്തിടാൻ, വേഗം മഹിമയിലെടുപ്പാൻ, കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ, കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. സ്വർഗീയ നാടെന്നു കാണാം, എന്റെ വീട്ടിലെന്നെത്താം, സ്വർഗീയ നാടെന്നു കാണാം, എന്റെ വീട്ടിലെന്നെത്താം. നവയെരുശലേം മഹിമ നിറഞ്ഞ് ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ, നവയെരുശലേം മഹിമ നിറഞ്ഞ് ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ, സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശയേറി വരുന്നേ, സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശയേറി വരുന്നേ. വരുമേ തിരുവായ് മൊഴിഞ്ഞരുളിയ പോൽ വചനം നിറവേറ്റാൻ, വന്ന് സഭയെ ചേർത്തിടാൻ, വേഗം മഹിമയിലെടുപ്പാൻ, കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ, കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ.